പാട് നാടകം തന്നെയാണ്, ലൈവ് അല്ലേ. അതെ. നമുക്ക് ഇതൊക്കെ നമുക്ക് തെറ്റിയാൽ നമുക്ക് എടുക്കാമല്ലോ. എന്നാ നാളത്തെ തെറ്റി അവിടെ നിന്നിട്ട് എറിയും കല്ലെടുത്തിട്ട്. ഏറ് വരും ഒരു ദിവസത്തോടെ, ഏറും മുട്ട ചീമുട്ടയൊക്കെ ഏറിങ്ങി വരുന്നത്. ഞാനൊക്കെ നാടകം കളിക്കുന്ന പോലെയൊന്നും അല്ല. ഇപ്പൊ നാടകങ്ങളെ കാണാൻ ആളില്ല. അതാ. ഞാനൊക്കെ കളിക്കുമ്പോൾ ഉത്സവപ്പറമ്പ് നിറഞ്ഞ് ജനലക്ഷങ്ങളാണ് നിൽക്കുന്നത്. ഇവിടെ 92-ലും 3-ലും ഒക്കെ നാടകം ഞാൻ കളിക്കുമ്പം ഡബിള് ത്രിബിള് എത്ര നാടകം കളിച്ചിരിക്കുന്നു. 300-400 നാടകം ഒരു വർഷം. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 15 ദിവസം റിഹേഴ്സൽ എടുത്ത് അത് ഫൈനൽ റിഹേഴ്സൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ തട്ടയിലോട്ട് കയറുന്നത്. അതെ അതെ. അവിടെ ഒരു എഡിറ്റിങ്ങോ പരിപാടിയോ ഒന്നുമില്ല. ഒരു സാധനം തെറ്റാൻ പാടില്ല. പഠിച്ച് നല്ല ക്ലാരിറ്റിയോടെ നല്ല സ്ഫുടതയോടെ വേണം നാടകം ചെയ്യാൻ. നമ്മുടെ വോക്കലിന് കുറച്ചൊന്ന് നമുക്ക് സ്ഫുടത വേണം. പിന്നെ ഒന്ന് വെച്ചാൽ നമുക്ക് സിനിമയ്ക്കുള്ളിൽ ഇതൊരു സ്ഫുടത നമ്മൾ പറയുന്ന സമയത്ത് കുറച്ച് കുഴഞ്ഞായാലും കുഴപ്പമില്ല, അത് നമുക്ക് ഡബ്ബിങ് പിടിക്കാം. നമുക്ക് ഈ നാടകത്തിൽ ഡബ്ബിങ് ഇല്ല, നമുക്ക് വേറൊന്നുമില്ല. അത് ലൈവായിട്ട് തന്നെ നമ്മൾ നാടകം ചെയ്യണം. അത് ഭയങ്കര എക്സ്പീരിയൻസുമാണ്. കാരണം നാടകം നമുക്ക് പിന്നെ സ്റ്റേജൊന്നും എനിക്ക് വിഷയമല്ല. കാരണം സ്റ്റേജിലൊക്കെ ലക്ഷക്കണക്കിനും ആൾക്കാരുടെ മുന്നിൽ നിന്ന് നമ്മൾ നാടകം ചെയ്തുകൊണ്ട് എനിക്കൊരു ടെൻഷനൊന്നുമില്ല. ഏത് സ്റ്റേജിൽ നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഞാൻ സ്റ്റേജ് ഷോസൊക്കെ ഞാൻ പോകാത്ത രാജ്യമുണ്ട്. ഷോസുകൾ എല്ലാ രാജ്യവും കവർ ചെയ്തില്ലേ സ്റ്റേജ് ഷോസുകൾ. അത് ഞാൻ ഹ്യൂമർ ചെയ്തുകൊണ്ടാണ് പോയത്, അത് വേറെ കാര്യം. പക്ഷെ സ്റ്റേജ് എനിക്ക് സ്റ്റേജ് ഭയങ്കര ഹരവാണ്, ഇഷ്ടമാണ് എനിക്ക്.